നിലംപതിച്ച കെട്ടിടങ്ങൾ, ചിതറിക്കിടക്കുന്ന കൂറ്റൻ പാറകൾ, ചെളി നിറഞ്ഞ കുഴികൾ, ഭൂമിയിലാകെ വിള്ളലുകൾ. ഉരുൾ ബാക്കി വെച്ച അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാവുകയാണ് മുണ്ടക്കൈ. അക്ഷരാർത്ഥത്തിൽ മേൽവിലാസം നഷ്ടപ്പെട്ട പ്രദേശം. മണ്ണിൻ്റെ നിറമുള്ള വെള്ളമൊഴുകി മനുഷ്യവാസം അസാധ്യമെന്ന് തെളിയിക്കുന്നതായിരുന്നു 4ാം ദിനത്തിലെ കാഴ്ചകൾ ഓരോന്നും. ജീവൻ തിരികെ കിട്ടിയവർ ഉറ്റവരെ തേടി ഇന്നും പരിഭ്രാന്തരായി അലയുന്നു. ഇടിഞ്ഞു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവന്റെ തുടിപ്പ് തേടി രക്ഷാപ്രവർത്തകരും. മൃതദേഹത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു മണം എനിക്കും കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കുഴിച്ച് പരിശോധിക്കുന്നത്. ഒരു പക്ഷേ ആ ഭാഗത്ത് ഒരു മനുഷ്യ ശരീര ഭാഗം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇമേജിങ്ങിലും അത് കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുകയാണ് നമ്മൾ. മണ്ണും മലയും താണ്ഡവമാടിയ നാട്. ദുരന്തഭൂമിയിൽ ചവിട്ടി നടക്കാൻ പേടിയാണ്. താഴെ മണ്ണുമൂടി നിലച്ച നിശ്വാസങ്ങളുണ്ടാകാം. ജീവനറ്റ സ്വപ്നങ്ങൾ കിടക്കുന്നുണ്ടാകാം. ചുറ്റും കണ്ണോടിച്ചാൽ ഹൃദയം നീറും. വീടുകളില്ല, കടകളില്ല, റോഡില്ല, കൃഷിയിടങ്ങൾ കാണാനില്ല. സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങൾ ഒന്നുമില്ല. ചിതറിക്കിടക്കുന്ന പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ, കുരുന്നുകളുടെ കളിപ്പാട്ടങ്ങൾ. ഉടമകളെ നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന കന്നുകാലികൾ, വളർത്തുനായ്ക്കൾ. മണ്ണും വെള്ളവും ചേർന്ന് കുഴമ്പ് രൂപത്തിലാക്കിയ നിലങ്ങളിൽ മാഞ്ഞുപോയ ഗ്രാമം. നല്ലോർമ്മകളെല്ലാം മൺമറയിലാണ്. ഹിറ്റാച്ചിയുടെ കൈകൾ കോരുന്ന ഭാഗത്തേക്ക് കാഴ്ച പതിപ്പിച്ച് ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2 ദിവസത്തിലധികം പഴക്കമായ ഈ മൃതദേഹങ്ങൾ ഹിറ്റാച്ചിയുടെ കൈ ഉപയോഗിച്ച് തിരയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ തന്നെ അപ്പോൾ ഹിറ്റാച്ചി ഡ്രൈവർക്ക് വിവരം കൊടുത്ത് ആ ഭാഗത്ത് കൃത്യമായി തിരച്ചിൽ നടത്തി മൃതദേഹങ്ങളുണ്ടെങ്കിൽ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുട്ടറ്റം താഴുന്ന ചെളിയിലാണ് രക്ഷാദൗത്യം. സൈന്യം, NDRF, കോസ്റ്റ് ഗാർഡ്, നേവി, പോലീസ്, ഫയർഫോഴ്സ്, ഒപ്പം മലയാളത്തിന്റെ സന്നദ്ധ പ്രവർത്തകരും. ഊണും ഉറക്കവുമില്ലാതെ നാട്ടുകാർ. 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുളിന്റെ പ്രഭവ കേന്ദ്രം. പുഞ്ചിരിമട്ടത്ത് നിന്ന് ഒരുപാട് കയറി മുകളിലേക്ക് വന്നാൽ ഇങ്ങറ്റത്ത് കോളനിക്ക് മുകളിൽ എനിക്ക് കാണുന്ന ഈ പറയുന്ന വനമേഖലയിലേക്ക് എത്തും. ഈ ബോർഡ് കാണാം, വനമേഖലയുടെ ബോർഡാണ്. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിന്റെ ബോർഡ് ഇതിന്റെ ഉത്ഭവസ്ഥാനം. 86,000 ചതുരശ്ര മീറ്ററാണ് ദുരന്ത മേഖല. അത് വ്യക്തമാക്കുന്നുണ്ട് അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും. 8 കിലോമീറ്റർ ദൂരത്തിൽ പോലും പാറക്കെട്ടുകൾ ഒഴുകിയെത്തി. നഷ്ടങ്ങൾ ബാക്കിയായവരെ, ഹൃദയം തകർന്നവരെ, കണ്ണുനീർ വറ്റിയവരെ. വിണ്ടുപോയ ഭൂമിയിൽ വീണ്ടെടുപ്പിന്റെ കാലം വരും. ഒന്നുമില്ലാതെ പരന്നു കിടക്കുന്ന മണ്ണിൽ പ്രതീക്ഷകളുടെ പുതുനാമ്പുകൾ തളിർക്കും. ഉരുൾ മൂടിയടഞ്ഞ ഇരുണ്ട കാലം കഴിഞ്ഞ് ഒരുമയുടെ, സ്നേഹത്തിന്റെ, ജീവിതത്തിന്റെ വെളിച്ചം വരും. അകലെയല്ല അതിജീവനം. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.